പ്രാർത്ഥനക്കാരും യഥാർത്ഥ വിശ്വാസം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ കൂട്ടി കുറയ്ക്കരുത്. ചിലർ വിചാരിക്കുന്നത് ഒത്തിരി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരെ പറയാം ഭയങ്കര പ്രാർത്ഥനക്കാരൻ, കാരണം അവൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചെന്ന് കരുതി അവന്റെ വിശ്വാസം ബലപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിശ്വാസത്തിൽ വളർന്നിട്ടുണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ശരിക്കും പ്രാർത്ഥനയുടെ മനുഷ്യനാണോ, പ്രാർത്ഥനക്കാരനല്ല, പ്രാർത്ഥനക്കാരിയല്ല, പ്രാർത്ഥനയുടെ മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കുന്നപ്പോഴാണെന്നറിയോ അവന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂല അനുഭവം ഉണ്ടാകുമ്പോൾ, ഒരു സഹനം ഉണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ, അവനിൽ തന്നെ തകർക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ പ്രതികൂല അനുഭവത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ, അവന്റെ ജീവിതത്തിന്റെ അവന്റെ ഭവനത്തിന്റെ മേൽ കാറ്റടിക്കുമ്പോൾ കോളടിക്കുമ്പോൾ അവൻ നേരെ നിൽക്കുന്നുണ്ട് എങ്കിൽ വീണു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ആകുലപ്പെടാതെ, ഉറക്കം നഷ്ടപ്പെട്ടു പോകാതെ, അമിത ഭയത്തിലേക്ക് വീണു പോകാതെ അവൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. അവന് വിശ്വാസമുണ്ട്, അവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളത്. അപ്പൊ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ എന്റെ ചങ്കിൽ ചില ബോധ്യങ്ങൾ എന്റെ ചങ്കിൽ കിട്ടാൻ തുടങ്ങും. എന്താണ്? എനിക്കിപ്പോ സഹനം വന്നാലും, ഇപ്പൊ ഈ വേദന വന്നാലും, ഈ ദുരിതം വന്നാലും, ഈ അസ്വസ്ഥത ഉണ്ടായാലും, ഇപ്പൊ തിന്മയായിട്ട് എനിക്ക് തോന്നുന്ന അനുഭവങ്ങളെ പോലും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവനിലാണ് ഞാൻ ഇപ്പോൾ എന്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്.